ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ഐ ആം ഹിയർ. ഇന്ന് നമ്മൾ ഫിക്സേറ്റീവ്സിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഫിക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രിസർവേഷന് വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ സെൽസിലെ ടിഷ്യൂസൊക്കെ ഫിക്സേറ്റീവ്സിനകത്ത് ഇട്ട് വെക്കാറുണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പം ആദ്യം പറയാൻ പോകുന്നത് മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സ് ആണ്. ആക്ച്വലി ഈ ഫിക്സേറ്റീവ്സ് എന്നൊരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഷുവർ ആണ്. ഓക്കെ, മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സിൽ വരുന്നത് ആണ് ഫോർമാലിൻ ബേസ്ഡ് ഫിക്സേറ്റീവ്സ് ഉണ്ട്, ബഫേർഡ് ഗ്ലൂട്രാൽഡിഹൈഡ് ഉണ്ട്, മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അപ്പോൾ മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സ്? സിംഗേഴ്സ് ഫ്ലൂയിഡ് ഉണ്ട്, സിംഗേഴ്സ് ഫോർമൽ ഉണ്ട്, പിന്നെ ഹെയ്ഡൻ ഹെയ്ൻ സൂസ അല്ലേ, സൂസാന്നോ സൂഷാന്നോ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, FMA ഫോർമാലിൻ മെർക്കുറി ക്ലോറൈഡ് ആൻഡ് അസ്റ്റിക് ആസിഡ് ഇതുണ്ട്. ദെൻ ഡൈക്രോമേറ്റ് ഫിക്സേറ്റീവ്സ് വരുന്നുണ്ട്. അതുപോലെ പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ്സ് ഉണ്ട്, ബോയിൻസ് ഫ്ലൂയിഡും അതുപോലെ ജെൻഡേഴ്സ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാം. പ്രത്യേകിച്ച് മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സെങ്കേഴ്സ് ഫ്ലൂയിഡ് ആണ് അതിനകത്ത് എന്താ പറയാനുള്ളത്, എക്സാമ്പിളായിട്ട് മെയിനായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമാണ് സെങ്കേഴ്സ് ഫ്ലൂയിഡിനെ കുറിച്ചുള്ളത്. പിന്നെ വരുന്നത് പിക്രിക് ആസിഡ് ഫിക്സേറ്റീവ്, ബോയിൻസ് ഫ്ലൂയിഡ്. അപ്പം ഫോളോവിങ്, അതായത് ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ പിക്രിക് ആസിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫിക്സേറ്റീവ്സ് ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ മെർക്കുറി കണ്ടെയ്നിങ് ഏതാണെന്ന് ചോദിക്കും. തിരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. പിക്രിക് ആസിഡ് കണ്ടെയ്നിങ് ആണ് ബോയിൻസ് ഫ്ലൂയിഡ് വരുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ്സ് ആണ്. അതാണ് ഫോർമൽ സ്ലൈൻ, അതുപോലെ തന്നെ കോൾഡ് അസിറ്റോൺ, അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇതൊക്കെ എന്ന് പറയുന്നത് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവിൽ വരുന്നതാണ്. അടുത്തത് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്സ് ആണ് അല്ലേ. സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സ് ആണ്, കാർണോയിസ് ഫ്ലൂയിഡ്, ക്ലാർക്സ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ ന്യൂകമേഴ്സ് ഫ്ലൂയിഡ്, ഫ്ലമിങ്സ് ഫ്ലൂയിഡ്. ഇതൊക്കെ ന്യൂക്ലിയർ ഫിക്സേറ്റീവ് ആണ്. സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ് ആണ് ആരൊക്കെ? ചാമ്പീസ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ റിഗോഡ്സ് ഫ്ലൂയിഡ്, ഫോർമൽ സെലൈൻ ആൻഡ് ഫോർമൽ കാൽസ്യം, ദെൻ ഈതർ ആൽക്കഹോൾ മിക്സ്ചർ. ഇതൊക്കെയും ഇതാണ് സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സ് ആണ്. അപ്പോൾ ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സ് ഏതൊക്കെയാണെന്നും സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ് ഏതൊക്കെയാണെന്നും ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ദെൻ സ്പ്രേ ഫിക്സേറ്റീവ്സ്. സ്പ്രേ ഫിക്സേറ്റീവ്സിന് എക്സാമ്പിളാണ് 95% എത്തനോൾ, അതുപോലെ തന്നെ പോളിഇഥിലീൻ ഗ്ലൈക്കോൾ PEG, 5% അസിറ്റോൺ. ഇതൊക്കെ സ്പ്രേ ഫിക്സേറ്റീവ്സ് ആണ്. അപ്പം സ്പ്രേ ഫിക്സേറ്റീവ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, അത് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസിലായിരിക്കണം എന്നുള്ളതാണ്. ഇഞ്ചസിൽ പറയുകയാണെങ്കിൽ 10 to 12 ഇഞ്ചസ് ആണ്. അതുപോലെ സെൻറ്റിമീറ്ററിലാണെങ്കിൽ അതൊരു 10 to 12 ഇഞ്ചസ് എത്രയാണ്, ഒരു 25 to 30 ആണെന്ന് തോന്നുന്നു. അത്രയും സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓപ്ഷനിലപ്പോൾ ഏകദേശം അടുത്ത് വരുന്നത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കറക്കി കുത്തുക, അത് ഓർത്തിരിക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് വേപ്പർ ഫിക്സേഷൻ. ഈ വേപ്പർ ഫിക്സേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്നുള്ളത്. ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ഓസ്മിൻ ടെട്രോക്സൈഡ് ഉണ്ട്, ഗ്ലൂട്രാഡിഹൈഡ് ഉണ്ട്, ദെൻ ഈഥൈൽ ആൽക്കഹോൾ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ദെൻ മൈക്രോവേവ് ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 300 MHz to 300 GHz വരെ വരുന്ന ഫ്രീക്വൻസി ലെവലിൽ വരുന്ന മൈക്രോവേവ്സ് യൂസ് ചെയ്തിട്ടുള്ള പരിപാടിയാണത്. അത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വേപ്പർ ഫിക്സേറ്റീവ്സ് ഏതൊക്കെയാണ്? ഫോർമാൽഡിഹൈഡ്, ഓസ്മിൻ ടെട്രോക്സൈഡ്. പ്രത്യേകിച്ച് ഈ ഓസ്മിൻ ടെട്രോക്സൈഡ് നോക്കി വെച്ചേക്കുക, കാരണം ഓപ്ഷനിൽ അത് ഉണ്ടാവാം. ഗ്ലൂട്രാഡിഹൈഡും എന്താണ് വേപ്പർ ഫിക്സേറ്റീവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് റീസെൻ്റായിട്ട് ചോദിച്ച ആളാണ് ഇപ്പം ഈ കിടക്കുന്ന സാക്കമനസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? യൂസ് ഇറ്റ് ടു പ്രിസർവ് സെൽ സാമ്പിൾ എസെൻഷ്യലി ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട്. അതായത് നമ്മൾ സ്പ്യൂട്ടം അല്ലേ, നമുക്കതറിയാം അല്ലേ. ദെൻ ഇത് സാക്കമനസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് PEG, പോളിഇഥിലീൻ ഗ്ലൈക്കോൾ, എത്തനോൾ ആൻഡ് റിഫാംപിസിൻ എന്ന് പറഞ്ഞിട്ട്. റിഫാംപിസിൻ എന്താണ്? മെഡിസിനലാണ്. യെസ്, എന്താ പറയുക, നമ്മുടെ ഈ എന്താണ് ആൻറ്റിബയോട്ടിക് ഒക്കെ പോലെ അല്ലേ. യെസ്, റിഫാംപിസിൻ, അതുപോലെ PEG, എത്തനോൾ, ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ളതാണ് സാക്കമനസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ആസ് പ്രീ ഫിക്സേറ്റീവ്. അപ്പം അതായത് എനിക്കൊന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. സാക്കമനസ് ഫിക്സേറ്റീവ് എന്ന് പറയും, പക്ഷേ ഇത് എന്താ പറയുക, എടുത്തു ചോദിച്ചു ഫിക്സേറ്റീവ് ആണോ പ്രീ ഫിക്സേറ്റീവ് ആണോ എന്നിങ്ങനെ ചോദിച്ചു. പ്രീ ഫിക്സേറ്റീവ് എന്നുള്ളതായിരുന്നു PSCയുടെ ആൻസർ. ഓക്കെ, കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഇൻ സൈറ്റോളജി എന്ന് പറയാം. അപ്പം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ കോമൺലി യൂസ്ഡ് ഫിക്സേറ്റീവ് ഇൻ സൈറ്റോളജി ആരാണ് കോമൺലി യൂസ് ചെയ്യുന്നത്? 95% ഈഥൈൽ ആൽക്കഹോൾ ആണ് കേട്ടോ, തിരിഞ്ഞു പോകരുത്. ഫിക്സേറ്റീവ് യൂസ്ഡ് ഇൻ ബ്ലഡി സ്പെസിമെൻ ഇൻ ഹിസ്റ്റോപത്തോളജി, അതാരാണ്? സെങ്കേഴ്സ് സൊല്യൂഷൻ ആണ്. ഓക്കെ, ദെൻ ഐഡിയൽ ഫിക്സേറ്റീവ് യൂസ്ഡ് ഫോർ സെൽ ബ്ലോക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂയിഡ് സ്പെസിമെൻ. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് AAF ഫിക്സേറ്റീവ് ആണ്. എന്താണ്? ഐഡിയൽ ഫിക്സേറ്റീവ് യൂസ്ഡ് ഫോർ സെൽ ബ്ലോക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂയിഡ് സ്പെസിമെൻ. ഫ്ലൂയിഡ് സ്പെസിമെൻ്റെ സെൽ ബ്ലോക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിക്സേറ്റീവ് ഏതാണെന്ന്? AAF എന്താണ്? അസറ്റിക് ആസിഡ്, ആൽക്കഹോൾ, അതുപോലെ ഫോർമാലിൻ ഫിക്സേറ്റീവ് ആണ്. ഓക്കെ, ദ ഫിക്സേറ്റീവ് യൂസ്ഡ് ഇൻ കാരിയോടൈപ്പിംഗ് ഏതാണെന്ന് അറിയാമോ? 3:1 റേഷ്യോ ഓഫ് മെഥനോൾ ആൻഡ് ഗ്ലൈഷ്യൽ അസിറ്റിക് ആസിഡ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫിക്സേറ്റീവ് യൂസ്ഡ് ഇൻ കാരിയോടൈപ്പിംഗ് ഏതാണ്? 3:1 റേഷ്യോ ഓഫ് മെഥനോൾ ആൻഡ് ഗ്ലൈഷ്യൽ അസിറ്റിക് ആസിഡ്. ഈ AAF ഫിക്സേറ്റീവ് ഉണ്ടല്ലോ, അതിനെ ലില്ലീസ് അസിറ്റിക് ആസിഡ് എന്നും പറയും. എന്താണ്? ലില്ലീസ് അസിറ്റിക് ആസിഡ്. അപ്പോൾ ഓപ്ഷനിൽ അങ്ങനെ തന്നാലും
ഓർത്തിരിക്കുക. ഇനി 2-3 കാര്യം കൂടി. 2-3 ഫ്ലൂയിഡിൻ്റെ, അതായത് ഫിക്സേറ്റീവ്സിൻ്റെ കോമ്പോസിഷൻ നോക്കാം. സെങ്കേഴ്സ് ഫ്ലൂയിഡിൽ എന്താണ്? മെർക്കുറി ക്ലോറൈഡ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, സോഡിയം സൾഫേറ്റ്, വാട്ടർ. കാർണോയിസ് ഫ്ലൂയിഡിൽ ആൽക്കഹോൾ, ക്ലോറോഫോം, ഗ്ലൈഷ്യലാസ്റ്റിക് ആസിഡ്. ഓർത്തിരിക്കുക, കാർണോയിസ് ഫ്ലൂയിഡിൻ്റെ കണ്ടന്റിൽ പെടാത്തത് ഏതെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ആൽക്കഹോൾ, ക്ലോറോഫോം, ഗ്ലൈഷ്യലാസ്റ്റിക് ആസിഡ്. ആൽക്കഹോൾ, ക്ലോറോഫോം, ഗ്ലൈഷ്യലാസ്റ്റിക് ആസിഡ്. ആരാണ്? കാർണോയിസ്. കാർണോറാണ് ആൽക്കഹോളും ക്ലോറോഫോമും ഗ്ലൈഷ്യലാസ്റ്റിക് ആസിഡും പുള്ളിക്ക് വേണമെന്ന് ഓർക്കുക. ദെൻ ബോയിൻസ് ഫ്ലൂയിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പിക്രിക് ആസിഡ് എന്തായാലും ഉണ്ട്. പിന്നെ ഫോർമാൽഡിഹൈഡും ഗ്ലൈഷ്യലാസ്റ്റിക് ആസിഡും ആണ്. പിന്നെ ഉള്ളത് ക്ലാർക്സ് ഫ്ലൂയിഡ്, എത്തനോളും ഫോർമാൽഡിഹൈഡും ആണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പം ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി എന്താണ് ഇവർ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ജസ്റ്റ് ഇപ്പോൾ ഫിക്സേറ്റീവ്സ് ഓവറാൾ ഇത്രയൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ഞാനിവിടെ പഠിക്കട്ടെ. താങ്ക് യു. ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, അല്ലേ? ഈ വ്ളോഗേഴ്സ് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. താങ്ക് യു.